56 വർഷത്തിലെ പരിശുദ്ധ വലിയ നോമ്പിന്റെ പകുതി പിന്നിടുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമൊത്ത് ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നത് മശിഹ സങ്കീർത്തനം എന്നറിയപ്പെടുന്ന 69-ാം സങ്കീർത്തനം അതിന്റെ 32-ാം തിരുവചനം. സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. നോമ്പ് നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായമായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നാം ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം. നോമ്പോടും പ്രാർത്ഥനയോടും കൂടി ഓരോ ദിവസവും ഇങ്ങനെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രതിഫലം അത് നിത്യജീവന്റെ വാഗ്ദാനമാണ്. സങ്കീർത്തനം 22:26 യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എപ്പോഴും സുഖമായിരിക്കട്ടെ. അതെ, ദൈവത്തെ അന്വേഷിക്കുന്നത് ദൈവികമായ ആരാധനയിലൂടെയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, കൊമ്പും കുളമ്പുമുള്ള മൃഗത്തെ യാഗം കഴിക്കുന്നതല്ല, മറിച്ച് ദൈവത്തെ സ്തോത്രത്തോടും സ്തുതിയോടും കൂടി മഹത്വപ്പെടുത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന എന്ന്. ശ്രേഷ്ഠമായ ആരാധനയുടെ ലക്ഷണം എന്ന് പറയുന്നത് ആത്മീയമായ ജീവനാണ്. ഈ ആത്മീയ ജീവൻ നമ്മളെ വളർത്തിയെടുക്കുവാൻ നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും മുഖാന്തരമായി തീരണം. ദൈവത്തെ അന്വേഷിച്ചിട്ടുള്ള യാത്രയിൽ ഒത്തിരി പ്രതിസന്ധികൾ നമുക്ക് നേരിട്ടേക്കാം. നമ്മുടെ ചുറ്റും ഒത്തിരി ശത്രുക്കൾ അണിനിരന്നേക്കാം. അപ്പോഴൊന്നും നാം തളർന്നു പോകാതെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയിക്കൊണ്ട് നാം സങ്കീർത്തനക്കാരൻ അപേക്ഷിച്ചതുപോലെ ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. യോന പ്രാർത്ഥിച്ചതുപോലെയും പത്രോസ്ലീഹ അപേക്ഷിച്ചതുപോലെയും നാഥ ഞങ്ങൾ നശിക്കുന്നു, ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര തുടരണം. ഈ ലോകത്തിൽ നാം താൽക്കാലികരാണെന്നും അക്കരെ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യഭവനമുണ്ടെന്നും നാം എപ്പോഴും ഓർക്കണം. ആ നിത്യഭവനത്തിൽ എത്തിച്ചേരേണ്ടവരാണ് നാം ഓരോരുത്തരും. ആ നിത്യഭവനത്തിൽ എത്തിച്ചേർന്ന് നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ രേഖപ്പെടുത്തണം. അതിന് ഈ വലിയ നോമ്പ് മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എന്റെയും നിങ്ങളുടെയും ഹൃദയം ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ കരുതിയവൻ സ്നേഹം